നമുക്ക് പച്ചരി വെച്ച് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചതാണ്. 1-2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ പച്ചരി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റേഷൻ അരി വെച്ചിട്ടും ഇത് തയ്യാറാക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ചെറിയ മിക്സിയുടെ ജാർ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. ആകെ ഒരു 1/4 കപ്പിലും കുറവായിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ വെള്ളം കുറച്ചും കൂടി വേണം തോന്നിയാൽ കുറച്ച് ഒഴിക്കുക, പക്ഷേ ഒരുപാടായിപ്പോരുത്. നല്ല കട്ടിയിൽ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിയിൽ തന്നെയാണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. ഈ ഒരു അരി എന്ന് പറഞ്ഞാൽ അധികം പശയില്ലാത്ത അരിയാണ്. ഇനി ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതും കൂടി ചേർക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ഈ അരിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് ചേർക്കാം. കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇല്ലാത്ത കാരണം ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത കാരണം തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഒന്നും കൂടി ഒരു സോഫ്റ്റ്നെസ് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കും. കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരി ഒരുപാട് പശയുള്ള അരിയാണെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കാതെ നോക്കാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ ബോൾസാക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിലൊന്നും തന്നെ എണ്ണയോ വെള്ളമോ ഒന്നും തൊട്ടിട്ടില്ല, എന്നാൽ പോലും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരി പശയുള്ള അരിയാണെങ്കിൽ കയ്യിൽ ഒരൽപ്പം എണ്ണയോ വെള്ളമോ തടവിയതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് ചെറിയ ബോൾസാക്കി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പിന്നെ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിലാക്കാതെ ഒരു മീഡിയം സൈസായിട്ടുള്ള ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ ശരിക്കും അതിൻ്റെ അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ചെറിയ ബോൾസാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം നമുക്കിതേ രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നല്ല ചൂടായിട്ടാണുള്ളത്. അപ്പോൾ ഓരോ ബോൾസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി. കുറച്ച് സമയം എടുക്കും വറുത്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ വിചാരിക്കും നമുക്കിത് അരിപ്പൊടി വെച്ച് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ നമ്മൾ അരിപ്പൊടിയിൽ ചെയ്യുന്നതും ഇതുപോലെ പച്ചരി കുതിർത്ത് ചെയ്യുന്നതും രണ്ടും 2 ടേസ്റ്റാണ്, വ്യത്യാസമാണ്. രണ്ടും 2 ടേസ്റ്റുമാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. മാക്സിമം നമുക്കൊരു 20 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ പച്ചരി വെച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഉഴുന്നുവടയൊക്കെ കഴിക്കില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. പിന്നെ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ക്രിസ്പി ആയിരിക്കും. ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്